കർണാടകയിലെ മൈസൂരിലെ ശ്രീരംഗപട്ടണം എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ടിപ്പൂസ് ഡെത്ത് പ്ലേസ് ഇവിടെയാണ് ധീരനായ ടിപ്പു സുൽത്താൻ അവസാനം വെടിയേറ്റ് മരിച്ചു വീണ സ്ഥലം. പതിനെട്ടാം ശതകത്തിൽ മൈസൂർ രാജ്യം ഭരിച്ചിരുന്ന ടിപ്പു സുൽത്താൻ മൈസൂർ കടുവ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഇരുമ്പ് കവചമുള്ള മിസൈലുകൾ ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ചത് ടിപ്പു സുൽത്താനാണ്. പാകിസ്ഥാൻ അവരുടെ 4000 കിലോമീറ്റർ റേഞ്ച് വരുന്ന മിസൈലിന് ടിപ്പു എന്ന് പേരിടുകയും വെച്ച് ശത്രുരാജ്യം തന്നെ കീഴ്പ്പെടുത്തും എന്ന് മനസ്സിലായപ്പോൾ അവർക്ക് അടിയറവും പറയാതെയും ആത്മഹത്യ ചെയ്യാതെയും പൊരുതി മരിച്ച വ്യക്തിത്വമാണ് ടിപ്പു സുൽത്താൻ. കേരളത്തിനും ടിപ്പു സുൽത്താന്റെ സംഭാവനകൾ ഏറെയാണ്. നിരവധി കോട്ടകൾ, അതോടൊപ്പം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് സുൽത്താൻ ബത്തേരി മൈസൂർ റോഡ്. കേരളത്തിലെ പല നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത സമയത്ത് തന്റെ ചരക്കുകൾ എത്തിക്കുന്നതിന് വേണ്ടി ടിപ്പു സുൽത്താൻ സ്ഥാപിച്ച റോഡാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സുൽത്താൻ ബത്തേരി മൈസൂർ റോഡ്. 4 തവണയാണ് ബ്രിട്ടീഷുകാർ മൈസൂരിനെ ആക്രമിച്ചത്. ഇതിലൊന്നും തന്നെ ടിപ്പു സുൽത്താനെ കീഴടക്കാൻ സാധിച്ചില്ല. അവസാനം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ നടന്ന യുദ്ധത്തിലാണ് അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വന്നത്. എന്നാൽ ആ യുദ്ധമുഖത്ത് വെച്ച് താൻ വെടിയേറ്റ് കിടക്കുമ്പോൾ പോലും തന്റെ അരയിലുണ്ടായിരുന്ന രത്നങ്ങളും വൈര്യങ്ങളും നിറഞ്ഞ ബെൽറ്റിൽ പിടിച്ച ബ്രിട്ടീഷുകാരനെ അവസാനം വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷമാണ് വെടിയുണ്ട അദ്ദേഹത്തിന്റെ വായിലൂടെ പൊളിച്ചു കയറി. 3 നാൾ ആട്ടിൻകുട്ടിയായി തടവറയിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് ഒരു നാൾ പുലിക്കുട്ടിയായി ജന്മനാടിനു വേണ്ടി പൊരുതി മരിക്കുക എന്നുള്ളതാണ്. ധീരനായ ടിപ്പു സുൽത്താന്റെ വാക്കുകളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കബറിടത്തിന് മുന്നിലാണ്. ടിപ്പു സുൽത്താന്റെ കബറിടത്തിനോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പിതാവിനെയും മാതാവിനെയും കബറടക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന അദ്ദേഹം നൽകിയിരുന്നു. ഈ കാണുന്നത് സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള മന്ദിരമാണ്.